ഞങ്ങൾക്ക് ഈ ഒരൊറ്റ മകളേ ഉള്ളൂ. ഇവളെ കൊണ്ട് ഒരു ജോലിയും ഞങ്ങൾ എടുപ്പിക്കത്തില്ല. 10ാം ക്ലാസ്സിൽ 1ാമതായിട്ട് പാസ്സാകേണ്ടവളാണ് ഇവള്. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പക്ഷെ സാറുമാരുടെ അസൂയ കൊണ്ട് തോപ്പിച്ചു കളഞ്ഞു. പിന്നെ പരീക്ഷയ്ക്ക് എഴുതിയില്ലേ? പരീക്ഷയ്ക്ക് പോകാൻ അവർക്ക് നാണമാ സാറേ. പെൺകുട്ടികൾ വളരെയും ചെയ്തില്ലയോ. ഈ വലിപ്പമൊന്നും നോക്കണ്ട. കഴിഞ്ഞ കർക്കിടകത്തിൽ 17 തികഞ്ഞതേ ഉള്ളൂ. തിരുവാതിരയാ നാളെ. പെണ്ണുങ്ങൾക്ക് തിരുവാതിര നാളെ നല്ലതല്ലയോ സാറ്? എന്തോ എനിക്കറിയില്ല. സാറിന്റെ നാളെന്തുവാ? അശ്വതി. അശ്വതി നല്ല നാളാ. മൃഗം കുതിരയാ. നല്ല തലയെടുപ്പാ. അമ്മയുടെ ഒരു കിന്നാരം പറച്ചില്. കുളിക്കാൻ എണ്ണ വേണമെന്ന് ചോദിരമ്മേ. പക്ഷെ എണ്ണ വേണം. എണ്ണക്കുപ്പി ലാട്ടിൽ വെച്ച് മറന്നുപോയി. അച്ഛൻ മിക്കവാറും ഇവിടെ കാണത്തില്ല. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരല്ല ഇവിടുത്തെ കൂട്ടുകാരാ. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അപ്പൂല വിളിക്കേ എന്ന് പറയും. ഇന്നെന്തോ കാര്യത്തിന് ഇവാൻസിയെ കാണാൻ പോയിരിക്കുക. ഞാൻ എണ്ണ തേച്ച് വിളിച്ചതാ. എണ്ണ വേണ്ടവർക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളവർ നേരിട്ട് അങ്ങ് കൊടുത്തേക്കണം. ഉച്ചയ്ക്കുണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിരമ്മേ. ഇനി എന്നോ അവിടെ നിന്നാണ് അമ്മേ ഊണ് എന്നാര് പറഞ്ഞു? ഞാൻ ചായക്കിടെ ഊണിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ലേലും ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കരുത് സാറേ. എന്താ? ആ പെണ്ണിന് പത്മിനിക്ക് ക്ഷയമാ. ഓഹോ. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ സാറേ? അവർക്ക് 2 നല്ല പാട്ട് എഴുതി കൊടുക്കണമല്ലോ. എന്റെ മോള് നന്നായിട്ട് പാടും. ആ നാരായണൻ ഭാഗവതർ സാറ് പഠിപ്പിച്ചതാ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ.